തിരഞ്ഞെടുപ്പിനെ കുറിച്ചല്ലാതെ എന്ത് പറയാനാണല്ലേ പ്രജ ഈ സമയങ്ങളെല്ലാം വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ചായക്കടയിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ പോകുന്ന ആളുകളൊക്കെ എന്തായിരിക്കും നാളത്തെ ഇലക്ഷൻ റിസൾട്ട് എന്ന് തന്നെ ആകാംക്ഷയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ റിനു ശ്രീധർ ഉണ്ട്, തിരുവനന്തപുരം കിഴക്കോട്ടയിൽ നിന്ന് ചേരുകയാണ്. റിനു, എവിടെയാണ്? അവിടെ ആളുകളൊക്കെ ഉണ്ടോ? എന്താണ് പ്രതികരണം? ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും. നാളെ ആര്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്താവുമ്പോൾ വാശിയേറെ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ അവിടെയുണ്ട്. നേമമായിക്കോട്ടെ, കഴക്കൂട്ടമായിക്കോട്ടെ, വട്ടിയൂർക്കാവ് ആയിക്കോട്ടെ. എന്താണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത്? ദിൽന, പ്രജിൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആവേശം കൊട്ടിക്കേറിയ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ഇനി മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫലം അറിയുന്നതിന് വേണ്ടി. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിലെ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഈ നാടിൻ്റെ നാഡീ സ്പന്ദനങ്ങളെല്ലാം അറിയാവുന്നവരാണ് ഈ ഓട്ടോക്കാരെന്നുള്ളത് നമ്മൾ പഴമൊഴിയായി തന്നെ പറയും. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഏതാണ് മണ്ഡലം? ഏതാ മണ്ഡലം? കാട്ടാക്കട. കാട്ടാക്കട. വാശിയേറിയ ഒരു മത്സരം, ത്രികോണ മത്സരം നടന്നൊരു സ്ഥലം കൂടിയാണ്. മത്സരം എന്ന് പറയാൻ പറ്റില്ല. അവിടെ പിന്നെ കൃഷ്ണദാസൊന്നുമില്ല, ജയിക്കില്ല. ആര് ജയിക്കില്ല? കൃഷ്ണദാസ് ജയിക്കത്തില്ല. BJP ജയിക്കത്തില്ല, അത് ഉറപ്പാണ്. അത് കുറച്ചുകൂടെ പോകണം. ആര് ജയിക്കും? അവിടെ MR ബൈജുവാണ് ജയിക്കാൻ സാധ്യത. കോൺഗ്രസിന്റെ MR ബൈജു. അപ്പൊ IB ജയിക്കില്ല. ജയിക്കില്ല. ഈ സംസ്ഥാനത്ത് ആരായിരിക്കും? UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരും. UDF കാരനാണോ? ഇല്ല, ഞാൻ UDF കാരനല്ല. ഏതാ പാർട്ടി? അത് ഞാൻ പറയുന്നില്ല. അതെന്തായാലും അത് ശരിയല്ല പറയുന്നത്. നമുക്കൊരു ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് നമ്മൾ വോട്ട് ചെയ്യും, അങ്ങനെ ചെയ്യും. പിന്നെ അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിങ്കര UDF ആധിപത്യം സ്ഥാപിക്കും. പാറശാല ഹരീന്ദ്രൻ ജയിക്കും, മസ്താണ്. ബാക്കി 3 മണ്ഡലം നേമത്ത് ചന്ദ്രശേഖരൻ ജയിക്കും. കഴക്കൂട്ടത്ത് BJP അധികാരത്തിൽ പിന്നെ മുരളീധരൻ ജയിക്കും. വട്ടിയൂർക്കാവ് മുരളീധരൻ ജയിക്കും. സെൻട്രലിൽ ജോൺ ജയിക്കും. കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളിൽ ഏകദേശം 13 LDF-നായിരുന്നു. ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാക്കിയുള്ളവർ കൂടിയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഓളമൊക്കെ എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് നല്ല അടിപൊളിയായിട്ട് നല്ല വീറും വാശിയോടെയാണ് നടന്നത്. നാളെ ഫലം വരും. ആര് ജയിക്കും തിരുവനന്തപുരം സെൻട്രലിൽ? രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം പിന്നെ സെൻട്രലിൽ കരമന ജയിക്കും. ചേട്ടൻ BJP ആണല്ലേ? ഓക്കെ ചേട്ടാ, ആര് ജയിക്കും ഇവിടെ തിരുവനന്തപുരം ജില്ല പരിശോധിക്കുകയാണെങ്കിൽ? തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ ഇപ്പം ഞാൻ BJP കാരനാണ്. കരമന ജയനെ ജയിക്കുള്ളൂ, ജയൻചേട്ടനെ ജയിക്കുള്ളൂ. തിരുവനന്തപുരം സെൻട്രലിൽ എനിക്ക് വോട്ട് വന്ന് നിയമമാണ്. നിയമത്താരാ? ചന്ദ്രശേഖരാണ്. രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാണ്. LDF എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടോ? LDF ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ചിലപ്പോൾ വട്ടിയൂർക്കാവ് പ്രശാന്ത് ജയിക്കാൻ വ്യക്തിപരമായിട്ട്. സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും? സംസ്ഥാനത്തുനിന്ന് UDF ഭരണമായിരിക്കും. BJP എത്ര സീറ്റ് പിടിക്കും? മൊത്തം 11 സീറ്റെങ്കിലും പിടിക്കും. എത്ര സീറ്റ് പിടിക്കും ചേട്ടാ BJP? 7 മുതൽ 10. ഏതൊക്കെ മണ്ഡലം കൂടെ പറഞ്ഞു? വട്ടിയൂർക്കാവ് നമുക്ക് പ്രതീക്ഷയുണ്ട്. കഴക്കൂട്ടമുണ്ട്, മഞ്ചേശ്വരമുണ്ട്, നിയമമുണ്ട്. പിന്നെ കാട്ടാക്കട എങ്ങനെയായിരിക്കും? കാട്ടാക്കട കൃഷ്ണദാസൻ സാധ്യതയുണ്ട്. IB സതീശൻ പോയി. 2 തവണ MLA ആയി വന്നു തന്നെ. അത് ശോഭാ സുരേന്ദ്രന് ചാൻസ് ഉണ്ട്. പാലക്കാട് ജയിക്കും നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞപ്പോഴും 11 അല്ല, എത്തില്ല. ബാക്കി ഞാൻ പറയാം. നമ്മളൊരു ഉദ്ദേശം പെട്ടെന്ന് പറയാനുള്ളതില്ല. നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 സീറ്റ് നമ്മൾ പിടിക്കുന്നതാണ്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു? സ്റ്റണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാനും പല മേഖലയിലും ഓടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 70-75 ഇടയ്ക്ക് ഇടതുപക്ഷം വരും. ഇടതുപക്ഷം അധികാരത്തിൽ വരും. ശിവൻകുട്ടി 300-500 വോട്ടിന് ഭൂരിപക്ഷത്തിലായിരിക്കും. വളരെ കുറവാണ്. കാര്യം വെച്ചാൽ അവിടെ അത്ര ടഫായിട്ടുള്ള ഇലക്ഷൻ പ്രചരണം നടന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ മുടുക്കുമൂലയിലൊക്കെ വന്ന് കയറുന്ന ആൾക്കാരിൽ കാര്യങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് അവിടുത്തെ വ്യവസ്ഥ, എന്താണ്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു? കഴക്കൂട്ടം കടകംപള്ളിയും V മുരളീധരനും ശരചന്ദ്ര പ്രസാദുമാണ്. ശരചന്ദ്രപ്രസാദിന് അത്ര ഹോപ്പുള്ള ആളല്ല. കാര്യം എവിടെ നിന്നാലും തോക്കുന്ന ഒരു വ്യക്തിയാണ്. കടകംപള്ളിക്കാണ് ചാൻസ് എന്നാണ്, സാധ്യത ആണെന്ന് പറയുന്നത്. ദിൽന, പ്രജിൻ, എന്തായാലും ഇങ്ങനെയാണ് ആവേശം കൊട്ടിക്കേറിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇങ്ങനെ ഓട്ടോ ചേട്ടന്മാരോടൊക്കെ നമ്മൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായ രാഷ്ട്രീയം പറയുന്നുണ്ട്, അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്, വിജയ സാധ്യത പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാൻ നമുക്ക് ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നുള്ളത്. റിനു ശ്രീധരാണ് വിശദാംശങ്ങളുമായി കഴക്കൂട്ടുന്ന ചേർന്നത്. ദിൽന, ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ. കാരണം ഭരണ തുടർച്ചയിലുണ്ടായ ഒരു സർക്കാർ, അല്ലെങ്കിൽ LDF 2 തവണ തുടർച്ചയായി ജയിക്കുന്നു. അതിന് പിന്നാലെ നടക്കുന്നൊരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരുടെയൊക്കെ പ്രതികരണം നോക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റുന്ന പോലെ കൃത്യമായി കാര്യങ്ങളൊക്കെ പഠിച്ച് വിലയിരുത്തി തന്നെ ഓരോരുത്തരും പറയുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് അവർ കാര്യങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയും ചെയ്യുകയാണ്. അതൊരു പക്ഷേ ഇത്തവണ
ഇത്തവണത്തെ കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയായിട്ട് കാണാം. രണ്ട് മാറി മാറി വന്ന ഒരേ സർക്കാർ, LDF സർക്കാർ തന്നെ വന്നു. അങ്ങനെ ഒരു ചരിത്രമാണ്. ആ സമയത്ത് നടക്കുന്ന ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയം ചർച്ചയാക്കി അതിന്മേലാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് തോന്നുന്നു ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.